ഞാൻ അതൊക്കെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുക. അത് നേരത്തെ മുൻകൂട്ടി പറയേണ്ട ആവശ്യമെന്താ? നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങൾ UDFിൻ്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും. അതെങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമെങ്കിലും ദയവ് ചെയ്ത് മാധ്യമങ്ങളായ നിങ്ങൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരെ രാവിലെ UDFിൽ എടുക്കുക, എന്നിട്ട് ഉച്ചയാകുമ്പോൾ വന്ന് UDF ചെയർമാനായി എന്നോട് ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുക പ്ലീസ്. ഈ ജമാഅത്തെ ഇസ്ലാമിനെ ബന്ധപ്പെട്ട് ഒറ്റ കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിനെ ബന്ധപ്പെട്ട് സാദിഖലി തങ്ങളുടേതായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ അവരായിട്ട് പണ്ടേ ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ മുന്നണിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അത് നിഷേധിക്കേണ്ട കാര്യമില്ല. അതല്ലല്ലോ ഈ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ പറഞ്ഞത് അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അതിനാദ്യം പിണറായി വിജയൻ മറുപടി പറയട്ടെ. അതല്ലേ, ഈ മന്ത്രിസഭയിലെ ഒരു അംഗം അബ്ദുൾ റഹ്മാൻ ജയിച്ചത് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അതിനാദ്യം പിണറായി വിജയനും MV ഗോവിന്ദനും മറുപടി പറയട്ടെ. ഇത് നിങ്ങൾക്കറിയാൻ പോലെ 3 ദശാബ്ദകാലം ജമാഅത്ത് ഇസ്ലാമി CPMൻ്റെ കൂടെയല്ലായിരുന്നോ? ഞാനിവിടെ ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും അല്ലാത്ത പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. ചോദിക്ക്, ഞാൻ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെ ഇരുന്ന്. അന്ന് നിങ്ങളാരും ചോദ്യം ചോദിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നാൽ, CPMൻ്റെ കൂടെ നിന്നാൽ മതേതരവാദികൾ, CPMനെതിരായാൽ വർഗീയവാദികൾ, അതെന്ത് പരിപാടിയാണ്? ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും UDFിൽ എത്തിക്കാനുള്ള നീക്കമുണ്ട് എന്നതിൽ വാർത്തകളുണ്ട്. എന്തെങ്കിലും സാധ്യത? ഞാൻ പറഞ്ഞ അതൊക്കെ സമയമാകുമ്പോൾ നിങ്ങളോടെല്ലാം പറയാം. സമയമാകുമ്പോൾ പറയും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരെ പാർട്ടിയിലെടുക്കുകയാണ്. അപ്പം ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയണത്. അൻവറിനെ നിങ്ങൾ UDFിൽ എടുത്തു, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നിങ്ങൾ UDFിൽ എടുത്തു, ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ UDFിൽ എടുത്തു. ഓരോന്നിലും ഓരോ വാർത്ത വരികയാണ്. അപ്പോൾ UDF ചെയർമാനായ എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞാൻ ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾ അതിൻ്റെ എന്നോട് ചോദിക്കുക എന്താണ് പരിപാടി? നിങ്ങൾ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുക. അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും. അത് കോടതിയുടെ ഉത്തരവാണ്. CBI അന്വേഷണം വേണ്ട, പക്ഷേ പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുടുംബം അതൊരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല, ഞങ്ങൾക്കും പ്രതീക്ഷയില്ല. എന്തായാലും കോടതി അവർക്ക് അനുകൂലമായി വിധി കൊടുത്തിട്ടില്ല. അവർ അപ്പീലും മറ്റു നടപടികളുമായിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ ഈ നവീൻ ബാബു കേസിലെ പ്രതിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ പോയിട്ട് സ്വീകരിച്ചത്. എന്ത് പാർട്ടിയാണിത്? നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, MV ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറക്കിയപ്പോൾ ഭാര്യയെ വിട്ട് സ്വീകരിക്കാൻ MV ഗോവിന്ദൻ. എന്തൊരു പാർട്ടിയാണ് ഇത്?